അബ്ദുൽ ഖാദർ തന്റെ വീടിന്റെ ഓരോ ഇടത്തും ഫാത്തിമയെ കാണുന്നു. അവളുടെ സുഗന്ധം ഇപ്പോഴും വായുവിൽ നിറഞ്ഞു നിൽക്കുന്നു. അവളുടെ പുസ്തകങ്ങൾ അലമാരയിൽ, അവളുടെ ചായക്കപ്പ് ട്രേയിൽ, അവളുടെ പുഞ്ചിരി ഓരോ ഫോട്ടോഗ്രാഫിലും. 3 മാസമായി ഫാത്തിമ ഇല്ലാതായിട്ട്, പക്ഷേ അവളുടെ അഭാവം അബ്ദുൽ ഖാദറിന്റെ ജീവിതം മുഴുവൻ നിഴലിച്ചു നിന്നു. അവർ ഒരുപോലെ വളർന്നവരാണ്. അവരുടെ കുട്ടിക്കാലം ഒന്നിച്ചു കളിച്ചു കഴിഞ്ഞു. അവരുടെ പ്രണയം ഒരു പുസ്തകത്തിൽ നിന്നും വായിച്ച കഥ പോലെയായിരുന്നു. അവർ ഒരുമിച്ച് വീട് പണിതു, ഒരുമിച്ച് കൃഷി ചെയ്തു, ഒരുമിച്ച് ജീവിതം ആസ്വദിച്ചു. എന്നാൽ ഭാഗ്യം അവർക്ക് വേണ്ടത്ര നീണ്ടുനിന്നില്ല. ഒരു അപ്രതീക്ഷിതമായ അസുഖം ഫാത്തിമയെ അവരിൽ നിന്നും പിടിച്ചുമാറ്റി. ഇപ്പോൾ ഓരോ നിമിഷവും അവൾക്ക് വേണ്ടി കരയുകയാണ് അബ്ദുൽ ഖാദർ. അവളുടെ പഴയ സാരികൾ കാണുമ്പോൾ, അവളുടെ പാചകം ഓർമ്മ വരുമ്പോൾ, അവളുടെ പുഞ്ചിരി ഓർമ്മ വരുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയും. വീട് മുഴുവൻ ഫാത്തിമയുടെ ഓർമ്മകളാൽ നിറഞ്ഞു കിടക്കുന്നു. അവൻ അവളെ മറക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് അത്ര എളുപ്പമല്ല. ഒരു ദിവസം അബ്ദുൽ ഖാദർ തന്റെ പഴയ ഫോട്ടോ ആൽബം എടുത്തു നോക്കി. അതിൽ ഫാത്തിമയുമായി ചേർന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ചിത്രം കണ്ടു. അപ്പോഴാണ് അവന് മനസ്സിലായത്, ഓർമ്മകൾ മായ്ക്കാൻ കഴിയില്ലെന്ന്. എന്നാൽ അവൻ അവയെ തടവിലാക്കേണ്ടതില്ലെന്നു. ഫാത്തിമയുടെ ഓർമ്മകൾ അവന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. അവളുടെ ഓർമ്മകൾ അവനെ ശക്തനാക്കും, അവനെ മുന്നോട്ടു നയിക്കും. അബ്ദുൽ ഖാദർ തന്റെ വീട് പുതുക്കാൻ തുടങ്ങി. അവൻ അവളുടെ പഴയ സാരികൾ ഒരു പുതിയ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു. അവൻ അവളുടെ പുസ്തകങ്ങൾ ഒരു പ്രത്യേക അലമാരയിൽ ക്രമീകരിച്ചു. അവൻ അവളുടെ പാചകം പഠിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. അബ്ദുൽ ഖാദർ ഇപ്പോഴും ഫാത്തിമയെ മിസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അവന്റെ കണ്ണുനീർ സങ്കടത്തിന്റെ അടയാളമല്ല. അവൻ അവളെ ഓർത്ത് ചിരിക്കുന്നു. അവൻ അവളെ ഓർത്ത് ശക്തിപ്പെടുന്നു. അവൻ അവളുടെ ഓർമ്മകളെ ആഘോഷിക്കുന്നു. അബ്ദുൽ ഖാദർ മനസ്സിലാക്കി, ഓർമ്മകൾ മായ്ക്കാൻ കഴിയില്ല, പക്ഷേ അവൻ അവയെ തടവിലാക്കേണ്ടതില്ല. ഫാത്തിമയുടെ ഓർമ്മകൾ അവന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. അവളുടെ ഓർമ്മകൾ അവനെ ശക്തനാക്കും, അവനെ മുന്നോട്ടു നയിക്കും.